ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനേ മൂഡ് ഓഫ് ആണ്ട. ഇപ്പൊ തന്നെ നമുക്കതിന് പരിഹാരം കാണാം. തന്റെ വിഷൊന്നും കാണാതിരുന്നപ്പോ എനിക്ക് മനസ്സിലായി താൻ എന്റെ ബർത്ത്ഡേ കാര്യം അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിലും മറന്നുപോയിട്ടുണ്ടാവുന്നു. ഈ ദിവസം ഞാൻ മറന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐശ്വര്യ ഈ ഭൂമിയിലേ ഇല്ലെന്ന. സാർ വാ വാ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. എല്ലാവരും വിഷ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ബർത്ത്ഡേ വിഷ് എന്റേതാവണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത വർഷത്തെ പിറന്നാൾ ദിവസം വരെ സാർ ഇത് ഓർത്തിരിക്കും, എനിക്കതിൽ ഉറപ്പുണ്ട്. താൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞോ. ഇങ്ങനൊരു സർപ്രൈസ് ഞാൻ കരുതിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. അത് മറ്റൊന്നും കൊണ്ടല്ല. ഡയമണ്ട് വേണോ, ഗോൾഡ് വേണോ, പ്ലാറ്റിനം വേണോ, അങ്ങനെ ഏത് വാങ്ങണോന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. ഏയ് എടോ, ഇതിനപ്പുറം എന്ത് ഗിഫ്റ്റ് താൻ തന്നാലും അത് കുറഞ്ഞു പോവുകയുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഗിഫ്റ്റ് താനല്ലേ. ഗിഫ്റ്റ് ബൈ ഗോഡ്. നമുക്കൊരു സെൽഫി എടുത്താലോ? സാറിന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തില് ആരുടെ പേരാ സാർ എഴുതിയിരിക്കുന്നേ? അനു എന്ന് എഴുതിയിരിക്കുന്നേ. അനു? അതാരാ? അത് അനസൂയ. അനസൂയ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അമ്മാവന്റെ മോളുടെ കാര്യം. ഐശ്വര്യ, എന്തു പറ്റി? താൻ എന്തിനാ പെട്ടെന്ന് ഡെസ്പായത്? താൻ കാര്യം പറയടോ. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെയാ സാർ ഞാനും. സ്നേഹിക്കുന്ന ആളോട് കുറച്ച് പൊസസീവ്നെസ് ഒക്കെ എനിക്കുണ്ട്. അതാണോ കാര്യം? താനേ മൂഡ് ഓഫ് ആണ്ട. ഇപ്പൊ തന്നെ നമുക്കതിന് പരിഹാരം കാണാം. താൻ കഴിഞ്ഞിട്ടേ എനിക്ക് ആരും ഉള്ളൂ. ആരും. ഹാപ്പി? അപ്പോ നമുക്ക് ഈ കേക്ക് കിട്ടിയാ? ബാ. അനസൂയ. അനസൂയ പണിയാ, നല്ല 8ന്റെ പണി. എന്നിട്ട് ആ മോതിരം എവിടെ?
അർജുനെ കൊണ്ട് തന്നെ കടലിലെ ഉപ്പ് വെള്ളത്തിൽ ഞാനത് അറിയിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പിണക്കം കാണിച്ചപ്പോ തന്നെ അവനായിട്ട് അത് ചെയ്തു. എങ്കി പിന്നെ പേടിക്കാനൊന്നുമില്ല. പേടിക്കാനുണ്ട്. ഞാൻ കാണുന്നതിനേക്കാൾ കൂടുതൽ അവനെ ഇപ്പൊ കാണുന്നത് അവളാ. പിന്നെ അവളുടെ തന്തയുടെയും തള്ളയുടെയും നല്ല സ്ട്രോങ് റെക്കമെൻഡേഷനും ഉണ്ട്. അവൻ അത്ര പെട്ടെന്നൊന്നും എന്നെ മറന്നൊന്നും ചെയ്യില്ല. പക്ഷേ അവനെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി ഒരു പെണ്ണ് വന്ന് മുന്നിൽ നിൽക്കുമ്പോ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയാ തീർന്നില്ല എല്ലാം. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. രമാദേവി മാഡം നിന്റെ കൂടെ ഇല്ലേ? പിന്നെന്താ? അത് തന്നെയാ ആകെയുള്ളൊരാശ്വാസം. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അവൻ വന്നില്ലേ ഇതുവരെ? ഇല്ല, എനിക്കാണെ ഉറക്കവും വരുന്നു. നീ ഇത്രയും നാളും ഉറങ്ങിക്കിടന്നതിന്റെയാ ബാക്കിയുള്ളവരുടെ ഉറക്കം മുഴുവൻ പോയത്. ഭർത്താവ് വരാൻ താമസിച്ച കേരളത്തിലെ സാധാരണ ഭാര്യമാർ എന്താ ചെയ്യാന്ന് നിനക്കറിയോ? ആ, എനിക്കറിയില്ല. എന്നാലേ എനിക്കറിയാം. ഫോണിൽ വിളിക്കണം. വീട്ടിൽ വരുന്നത് വരെ നിർത്താതെ വിളിക്കണം. വിളിക്ക്. അർജുനെ വിളിക്കുന്നീ. അവൻ വന്നു എന്നാ തോന്നുന്നേ. നിങ്ങൾ കിടന്നില്ലായിരുന്നോ? ഞാൻ എപ്പോഴേ ഇവിടെ വിളിക്കുന്നു എന്നറിയോ വന്ന് കിടക്കാനായിട്ട്? അപ്പോ അർജുനേട്ടൻ വന്നിട്ടേ കിടക്കുന്നുള്ളൂന്നും പറഞ്ഞ് ഒരേ വാശി. ഞാനും ഇതേപോലെ തന്നെയാ. ഭദ്രേട്ടൻ വരാൻ താമസിച്ചോ നെഞ്ചിലാദ്യാ. അത് മനസ്സിൽ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാ. അതെന്താ നിനക്കിതുവരെ മനസ്സിലാകാത്തത്? അമ്മാവും വരാൻ വൈകിയാല് അമ്മായിയുടെ നെഞ്ചിലെ ആദി അതെനിക്ക് മനസ്സിലാവും. ഞാൻ വരാൻ വൈകിയ അനസൂയക്ക് എന്തിനാ ആദിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല.